ഹലോ ഡിയേഴ്സ്, ഇന്ന് നമുക്കൊരു ചിക്കൻ ബിരിയാണി, കുക്കർ ചിക്കൻ ബിരിയാണിയാണ്. ഈസി ചിക്കൻ ബിരിയാണിയാണ്. 10 മിനിറ്റ് കൊണ്ട് നമുക്കിതെല്ലാം ഉണ്ടാക്കി സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം നെയ്യ് ഒഴിക്കുക. ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് മിക്സിക്കകത്തൊന്ന് ചതച്ചെടുക്കണം. എന്നിട്ട് 2 സവാളയാണ് എടുത്തേക്കുന്നത്. വലിയ സവാളയായിരുന്നു, 2 എടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ഉപ്പ് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 2 മിനിറ്റ് എന്തെല്ലാം വഴറ്റിയെടുക്കണം. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല, ഇത് രണ്ടും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കണം. ഞാൻ അതിനകത്ത് പട്ടയും ഗ്രാമ്പുവും ഏലക്കയും ഇട്ടത് കാണിച്ചിട്ടില്ല കേട്ടോ, അതും ഇടണം കേട്ടോ ആദ്യം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കിയിട്ട് കഴുകി വെച്ചേക്കുന്ന തക്കാളി അതരിഞ്ഞിടണം. അതൊരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചിക്കൻ ഇടാം. ഇത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതിട്ട് നല്ലതുപോലെ തേച്ച് വെച്ചിട്ടുള്ള ചിക്കനായിരുന്നു. ഒരു 2 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് തൈര് ഒഴിക്കണം. വീട്ടിൽ തന്നെ ഒഴിച്ച തൈരാണ്, കട്ടി തൈരാണ്. അതൊരു 2 സ്പൂൺ, ചെറിയ സ്പൂണാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിൻ്റെ ഒരു നല്ല 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണം. ഇടയ്ക്കൊന്ന് ഉപ്പൊന്ന് നോക്കിക്കോണേ. ചിക്കൻ്റെ അകത്ത് ഞാൻ ഉപ്പിട്ടിട്ടാണ് വെച്ചേക്കുന്നത്. എന്നിട്ട് കഴുകി വെച്ചേക്കുന്ന അരി, ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിടണം. പിന്നെ മല്ലിയില, പുതിനയില, കറിവേപ്പില, ഇത് 2 കൂടി ഇടണം. ഇത് 3 ഇടണം. എന്നിട്ട് അരിയും കൂടി ഇട്ടിട്ട് 2 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചേക്കുന്നത്. ഞാൻ സാധാ വെള്ളം തന്നെയാണ് ഒഴിച്ചേക്കുന്നത്, ചൂടുവെള്ളമല്ല. ഇത് വിട്ടിട്ട് 2 ഗ്ലാസ് അരിക്ക് മേളിലായിരിക്കും വെള്ളം നിൽക്കുന്നിട്ടുണ്ടാവുക, അത്രയും മതി. എന്നിട്ട് ഒരു ഒറ്റ വിസിൽ വെച്ചിട്ട് പിന്നെ അത് ഓഫ് ചെയ്യണം. ഞാൻ ഈ ചെറിയ ഫ്ലെയിമിൽ വെച്ചേക്കുന്നതാണ്. ഒരു വിസിലടിച്ചപ്പോൾ തന്നെ അത് ഓഫ് ചെയ്തിട്ട് പിന്നെ അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. തന്നെ അത് ആവി പോയി കഴിഞ്ഞതിന് ശേഷം നെയ്ക്കകത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇടണം. ഞാൻ കുറച്ച് നെയ്യ് ഈ ബിരിയാണി ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളൂ. ഒരു 2 സ്പൂൺ നെയ്യ് ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുള്ളൂ, നെയ്യ്. അപ്പം ഇത് നമുക്ക് ഡയറ്റൊക്കെ നോക്കുന്നവർക്കും കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. നിറച്ച് മുന്തിരിങ്ങ ഇട്ടിട്ടുണ്ട്.